പിണറായി വിജയൻ ഒരുപാട് കാലമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നേതാവല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ചവശനാക്കി അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ നിന്ന് അദ്ദേഹം ഉദിച്ചുയർന്നില്ലേ? അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകള് കേൾക്കുക, മുഖ്യമന്ത്രിയുടെ മകള് നിയമാനുസൃതമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തോട് നിങ്ങൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കണം. CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ലിക്വിഡ് ക്യാഷ് ലക്ഷക്കണക്കിന് രൂപ നൽകിയ 2 രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണം വന്നിട്ടുണ്ടോ? ഇത് കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷണം ഏറ്റെടുത്തത്? ഒരു സെക്കൻഡ്, സംസ്ഥാന സർക്കാരല്ല ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഒരു പക്ഷേ അതേക്കുറിച്ചൊരു ഗ്രഹപാഠം നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇനി സംസ്ഥാന ഗവൺമെൻറ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾ വിചാരിക്കും. ഇവിടെ എന്തെല്ലാം തരത്തിൽ മിഡ് നൈറ്റ് ഹൈസ്റ്റ് നടന്നില്ലേ? കൊടകരയിൽ കുഴൽപ്പണത്തിൻ്റെ വേട്ട നടന്നില്ലേ? സ്വന്തം പാർട്ടിക്ക് ട്രക്കിന് വേണ്ടിയിട്ട് പണം കൊണ്ടുവന്ന് ആ ട്രക്കിലെ പണം അർദ്ധരാത്രിയിൽ അവർ തന്നെ കൊള്ളയടിച്ച സംഭവം ഉണ്ടായില്ലേ? ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എവിടെയായിരുന്നു? ആരുടെയെങ്കിലും ഒരു പോയിട്ടുണ്ടോ? ഒരു പേരിന് പോയിട്ടുണ്ടോ? അതുകൊണ്ട് ഇതിലൊക്കെയുള്ള പക്ഷപാതിത്വവും രാഷ്ട്രീയവും മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ഇന്ത്യ ചേരിയുടെ നേതാവാണെന്ന് അഹങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്? അതാണോ ഒരു പൊതുപ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രാഷ്ട്രീയ സദാചാരം, മര്യാദ എന്ന് പറയുന്നത്?